ദ്വാപരയുഗം വരെ എല്ലാ വേദങ്ങളും പഠിച്ച് അതിലെന്താണോ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, ഇന്ന ആളുകൾ എന്ന തരത്തിൽ ജീവിക്കുക എന്നൊരു ചിട്ട പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആൾക്കാർ ജീവിച്ചിരുന്നു. ദ്വാപരയുഗത്തിൻ്റെ അവസാനമായപ്പോഴേക്കും അത് ആൾക്ക് പറ്റാതായി. അത്രയ്ക്ക് മനഃശക്തിയൊന്നുമില്ല, എല്ലാം കൊണ്ടും പറ്റാത്തൊരു ശക്തി കുറഞ്ഞ ഒരു കാലമായി. അപ്പോഴാണ് പഠിക്കാൻ സൗകര്യമാക്കി തീർത്തു ഗ്രന്ഥങ്ങളൊക്കെ. ഒന്നിച്ച് കിടന്നേർന്ന വേദങ്ങളെയൊക്കെ വിഭജിച്ച് അതും പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പുരാണങ്ങളൊക്കെ നിർമ്മിച്ച് ചെറുതും വലുതും ആയിട്ട് എല്ലാം ചെയ്തു. അതൊക്കെ സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. ഓരോ യുഗത്തിൽ ഓരോ ധർമ്മമുണ്ട്. കലിയുഗത്തിൽ പുരാണശ്രവണാദന്യോ നാസ്തി എന്നാണ്. മറ്റൊന്നും ആൾക്ക് പറ്റില്ല ഈ കാലത്ത് ചെയ്യാൻ. പുരാണശ്രവണം എല്ലാവർക്കും പറ്റും. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ വേദവും ശാസ്ത്രമൊക്കെ അഭ്യസിച്ചാൽ കിട്ടുന്ന ഫലം തന്നെയാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് അത്രയ്ക്ക് എത്താൻ പറ്റാത്തവർക്കും കഥകളിൽ കൂടെ ക്രമത്തിൽ അങ്ങനെ എത്താൻ പറ്റുന്ന, നദിയുടെ പിന്നാലെ പോയാൽ അവസാനം സമുദ്രത്തിൽ ചെന്നെത്തും. അതുപോലെ കഥകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് എന്താണോ അജ്ഞാനമൊക്കെ പോയി, എന്താണോ വേദത്തിൻ്റെ അനുശാസനം, അത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു എളുപ്പ വഴി ഉണ്ടാക്കിയിരിക്കുക പുരാണങ്ങൾ കൂടെ. അത് മഹാപുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇങ്ങനെ പലതായിട്ട്. പലരും പലരെ ഭജിക്കുന്നവരാവും. ദേവീഭക്തന്മാരുണ്ടാവാം, വിഷ്ണുഭക്തന്മാർ, ശിവഭക്തന്മാർ. അവർക്കൊക്കെ രുചിക്കുന്ന രീതിയിൽ അതാത് ദേവതകളുടെ കഥ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് പല പുരാണങ്ങളും ഉണ്ടായത്. ഏത് സ്വീകരിച്ചാലും ഉപാസനയ്ക്ക് വേണ്ടി സൗകര്യത്തിന് പറഞ്ഞിരിക്കുക. ഏത് സ്വീകരിച്ചാലും എത്തിച്ചേരുന്നത് ഒരേ ദിക്കിലേക്ക്. ഏത് നദിയുടെ പിന്നാലെ പോയാലും ആത്യന്തികമായിട്ട് അത് സമുദ്രത്തിലെത്തും. സമുദ്രാന്ത ഇവാപഗാഹ എന്നാണ്. അതുപോലെയാണ് പുരാണങ്ങൾ. അപ്പോൾ ഈ കാലത്ത് വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും പഠിച്ചില്ലോ, പഠിക്കാൻ കഴിഞ്ഞില്ലോ ഒന്നും വിഷമിക്കണ്ട. കിട്ടിയ അവസരം പാഴാക്കാതിരുന്നാൽ മതി. പുരാണശ്രവണത്തിന് അവസരം കിട്ടിയാൽ അത് പാഴാക്കാതിരുന്നാൽ മതി എന്നൊന്ന് പറഞ്ഞു ആദ്യമായിട്ട്. മാത്രമല്ല, ഒരു ഗൃഹത്തിൽ നിന്ന് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആൾക്ക് മാത്രമല്ല, ആ കുലത്തിൽ ആരെങ്കിലും പരീക്ഷത്തിനെ പോലെ ആദ്യം ഗതി കിട്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, വേണ്ട പോലെ ഉപാസിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവർക്ക് സൽഗതി കിട്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഉദ്ധരിക്കും. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ പൂർവികന്മാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ അത് ഉപകാരമായിട്ട് തരും. അപ്പോൾ അത്രയും വലിയൊരു കാര്യമാണ് ദേവീഭാഗവത ശ്രവണം. അത്രയും വിശേഷമാണ്. വേദത്തിലെ ദേവിയെക്കുറിച്ച് പല തരത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. മഹാകാളി, മഹാലക്ഷ്മി, മഹാദുർഗ എന്നൊക്കെ പറഞ്ഞും പിന്നെയും പല രൂപങ്ങൾ. ആ വേദമന്ത്രങ്ങളുടെ സാരമെടുത്തുകൊണ്ടാണ് ഈ പുരാണവും നിർമ്മിച്ചേക്കുന്നത്. എല്ലാത്തിൻ്റെയും മൂലം വേദത്തിൽ കാണാം. അങ്ങെല്ലാം നിർമ്മിച്ചു. ഒക്കെ നൈമിഷാരണ്യത്തിലിരുന്ന് സൂതനാണ് പറഞ്ഞു കൊടുക്കണേ. ഏത് ഗ്രന്ഥമാണെങ്കിലും അവസാനം നൈമിഷാരണ്യത്തിലാണത് സൂതൻ പറഞ്ഞു കൊടുക്കുക. സൂതനാണതെല്ലാം ഗ്രഹിച്ചേക്കുന്നത്. സൂതൻ എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന ആൾ, എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആൾ, അങ്ങനെയുള്ള ആളാണ് സൂതൻ. അങ്ങനെ അത് പറയുന്ന രീതിയിലാണ് എല്ലാം തന്നെ. അപ്പോഴാണ് ദേവി ഭാഗവതത്തിൻ്റെ പറഞ്ഞപ്പോൾ പരീക്ഷത്തിന് പോലും, ജനമേജയൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പരീക്ഷത്തിന് പോലും ദേവീലോകത്തെ പ്രാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളു. ആർക്കെന്ത് വിഷമമുണ്ടെങ്കിലും ഭാഗവത ശ്രവണം കൊണ്ട് കിട്ടാത്തൊന്നുമില്ല എന്നുള്ളു. ദേവീ ഭാഗവത ശ്രവണം കൊണ്ട്. സ്യമന്തകമണി അന്വേഷിച്ചു പോയില്ലോ കൃഷ്ണൻ. തിരിച്ചു വരാതിരുന്നപ്പോൾ വസുദേവരും ദേവകിയൊക്കെ വല്ലാതെ ദുഃഖിച്ചിരുന്നു. എന്നിട്ട് അവിടെ ദേവീഭാഗവതം ഉപദേശിച്ചു കേട്ടു എന്നാണ്. അതിൻ്റെ സമാപനത്തിൽ നവാഹമായിട്ട് നടത്തി 9ാമത്തെ ദിവസം അത് സമാപനമായപ്പോഴേക്കും കൃഷ്ണൻ
രത്നം കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു, എല്ലാവരെയും അങ്ങോട്ട് സന്തോഷിപ്പിച്ചു എന്നാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതൊക്കെ വിഷ്ണുഭാഗവത്തിൽ അത് സൂചിപ്പിക്കേണ്ടത്, ആ ദേവിയെ ഉപാസിച്ചു എന്നൊക്കെ. അതിനെയാണ് ഇവിടെ വിസ്തരിച്ച് പറഞ്ഞത്. അപ്പോൾ ആ കഥ എല്ലാവർക്കും അറിയുന്ന ആണ് സത്രാജിത്തിൻ്റെ സിമന്തകത്തിൻ്റെയും കഥ. അപ്പം അത് ദേവിയുടെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് അത് സാധിച്ചതെന്ന്. സുദ്യുമ്നൻ പേരായിട്ടുള്ള രാജകുമാരൻ ഇളാവതത്തിൽ പ്രവേശിച്ച ഇളയായിട്ട് മാറി. പിന്നെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് 1 മാസം പുരുഷൻ 1 മാസം സ്ത്രീ അങ്ങനെയായി. പിന്നെ നിത്യമായിട്ടുള്ള ആ പുംസ്ത്വം കിട്ടിയത് പുരുഷനായിട്ട് തീർന്നത് ദേവീ ഭാഗവത ശ്രവണം കൊണ്ടൊന്നാണ്. അപ്പോൾ മറ്റൊന്നുകൊണ്ടും പറ്റാത്തത് മുഴുവൻ ദേവീ ഭാഗവത ശ്രവണം കൊണ്ട് പറ്റും. അതിലും വിശേഷമായൊരു സിദ്ധ ഔഷധം വേറെ ഒന്നിനില്ല എന്നാണ്. കാര്യസാധ്യത്തിനും സർവ്വദുഃഖ നിവാരണത്തിനും ദേവീ ഭാഗവത ശ്രവണം പോലെ ഒരു ദിവ്യമായിട്ടുള്ള ഔഷധം വേറെ ഇല്ല, ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയില്ല എന്ന്. അത്ര വിശേഷമാണ് ദേവീ ഭാഗവതം. പിന്നീടാണ് പറഞ്ഞത് ദേവകീ ദേവിയുടെ എല്ലാ പുത്രന്മാരെയും കംസൻ നിഗ്രഹിക്കണം. 6 ആൾക്കാരെ നിഗ്രഹിച്ചു കഴിഞ്ഞു തടവിൽ കിടക്കണം. ഒരു പുത്രൻ വേണമെന്നൊരാഗ്രഹം. ആരുണ്ട്, എങ്ങനെ ഉപാസിക്കാൻ? അപ്പോഴാണ് ഗർഗമഹർഷി ഇവർക്ക് വേണ്ടി ദേവിയെ ഉപാസിച്ചു എന്നാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കൃഷ്ണനെ പോലും അവർക്ക് കിട്ടിയെന്നാണ്. കൃഷ്ണനെ പുത്രനായിട്ട് കിട്ടാൻ ഭാഗ്യമുണ്ടായത് ദേവിയുടെ അപാര മഹിമ കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ്. പലർക്കും സ്നേഹമുണ്ടാവും, പക്ഷേ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന വേറെ ആരും ഉണ്ടാവില്ല എന്നാണ്. എത്ര കുട്ടികൾ എന്തെല്ലാം വഴിവിട്ട് പോയി എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അതിനൊരു എന്തെങ്കിലും ആവട്ടെ, അത് തൻ്റെ കുട്ടികളല്ലേ എന്ന് തോന്നി അവരത് ക്ഷമിക്കും. എന്ത് ചെയ്താലും ക്ഷമിക്കും. ബാക്കി ആരും അതുപോലെ ക്ഷമിക്കില്ല അമ്മയെപ്പോലെ. അങ്ങനെ വലിയൊരു ശക്തിയാണ്, ഒരു സഹന ശക്തി. അപരാധ സഹസ്രാണി എന്നാണ്. 1 2 അല്ല. സാധാരണക്കാരൊക്കെ ആണെങ്കിൽ വലിയ ദയുള്ള ആളുകൾ പോലും 1 2 ഒക്കെ ചിലപ്പോൾ സഹിച്ചു എന്ന് വരാം. ഇതെന്ത് ചെയ്താലും അത് സഹിക്കും. ഇതിനൊക്കെ മറികടന്ന് സഹിക്കാൻ വയ്യാണ്ട് എന്തെങ്കിലും ഒരു മനസ്സിന് വിഷമം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അവരുടെ ഒരു ശാപാദികൾ, ഒരു മനസ്താപം വന്നു ചേരുക. ശാപം എന്ന് പറഞ്ഞാൽ മനസ്താപം എന്നർത്ഥമാണ്. മറ്റുള്ളവരെ വല്ലാതെ വിഷമിപ്പിക്കുമ്പോൾ അത് നമ്മളേക്ക് തന്നെ തിരിച്ചു കിട്ടുന്നത്, അതാണ് ശാപം എന്നൊക്കെ പറഞ്ഞത്. പലരെ ശാപമായിട്ട് കഥകൾ കേൾക്കും. അപ്പോൾ വിചാരിക്കും എന്ത് ഇത്രയും വലിയ ആൾക്കാർ അവർ ശപിച്ചെന്താണെന്ന് വിചാരിക്കും. അവർ ശപിച്ചൊന്നുമില്ല, അവരെ വിഷമിപ്പിച്ചു എന്ന് മാത്രം. അത് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അല്ലാണ്ട് അവരത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, അവരതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അവരെ ഉപദ്രവിച്ചും ഒന്ന് കണക്കാക്കിയിട്ടുണ്ടാവില്ല, ആരാന്ന് പോലും അവർക്ക് അറിയില്ല. പക്ഷേ അവരെ ഉപദ്രവിക്കുമ്പോൾ, മഹാത്മാക്കളെ ഉപദ്രവിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടും. ഇതിന് ശാപം എന്നുള്ള വാക്ക്. അങ്ങനെ അതൊക്കെ തീരാനായിട്ട് സർവ്വതും എല്ലാം സഹിക്കുന്നത് അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയുടെ അത്ഭുതമായിട്ടുള്ള ചരിത്രം ദേവിയെ മാത്രം വർണ്ണിക്കലാണ്. അതാണ് അംബാമുഖം, നവാഹമായിട്ടാണ് അത് പാരായണം ചെയ്യാറുള്ളത്. മറ്റ് പല ഉദാഹരണങ്ങളും പറഞ്ഞ് കേൾപ്പിച്ചു, പല കഥകളും പറഞ്ഞ് കേൾപ്പിക്കണ്ടേ. ഋതവാക്ക് എന്നൊരാൾ, അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടാവാനായിട്ട് ആഗ്രഹിച്ച്, പിന്നെ ഒരു പുത്രനുണ്ടാവാനായിട്ടൊക്കെ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞൊരു പുത്രനുണ്ടായി. അംഗരാജാവിന് വേനൻ ഉണ്ടായ പോലെ എന്നാണ്. വേനൻ എന്നുള്ള പുത്രൻ ഉണ്ടായി, പക്ഷെ അതിദുഷ്ടനാർന്നു, വല്ലാതെ വിഷമായി. അതുപോലെ ഇദ്ദേഹത്തിന് പുത്രനുണ്ടായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉടനെ ഋതവാക്ക് അങ്ങനെ പുത്രൻ്റെ വല്ലാതെ വിഷമം കണ്ടപ്പോൾ എന്ത് ദുരിതം കൊണ്ട് അങ്ങനെ ആയിത്തീരുന്നതെന്നൊക്കെ ചിന്തിച്ചു. അപ്പോഴാണ് ഗർഗമഹർഷി പറഞ്ഞു കേൾപ്പിച്ചു, ഇതൊന്നും അങ്ങയുടെ ദുരിതം ഇതൊന്നല്ല, ആ ജനന സമയത്തിൻ്റെ പ്രത്യേകത. ഇത് ഗണ്ഡാന്തത്തിലാണ്
ഓരോ നാളിനും വിശേഷമായിട്ട് ഗണ്ഡാന്തം എന്നുള്ള ഭാഗമുണ്ട്. ആ ഗണ്ഡാന്തത്തിലാണ് ജനിച്ചേക്കണേ. രേവതി നക്ഷത്രത്തിൻ്റെ അന്ത്യഭാഗമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീർന്നത്. അപ്പം തൻ്റെ പുത്രൻ ഇങ്ങനെ ദുഷ്ടനാവാൻ കാരണം ഈ രേവതി നക്ഷത്രമാണല്ലേ, അതിനെ ശപിച്ചു എന്നാണ്. ഉടനെ അത് കുമുദപർവ്വതത്തിൽ വന്ന് പതിച്ചു. അപ്പം അതിന് കുമുദപർവ്വതത്തിന് രൈവത പർവ്വതം എന്ന് അങ്ങനെ പേര് വന്നതാണ്. കുമുദപർവ്വതം എന്നാണ് ശരിയായിട്ടുള്ള പേര്. രേവതി നക്ഷത്രം പതിച്ച കാരണം രൈവത പർവ്വതം. അതിൽ നിന്ന് ഒരു കന്യകയുണ്ടായി. അപ്പം അതിന് രേവതി എന്ന് പേരിട്ടു. അതിനെ വളർത്തിക്കൊണ്ടുവന്നു. വിവാഹ സമയമായി. ഒരു നല്ലൊരാളെ കിട്ടണില്ല, യോഗ്യനായിട്ടുള്ള ഒരാളെ. വളർത്തുപുത്രിയാണെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒടുവിൽ അഗ്നിയെ ഉപാസിച്ചു. എന്ത് വേണമല്ല വിവാഹം വേണ്ട പോലെ നടക്കാനായിട്ട്. അഗ്നിദേവൻ പറഞ്ഞു, യോഗ്യനായിട്ടുള്ള ഒരാൾ വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞു, ദുർദമൻ എന്നൊരു രാജകുമാരൻ എല്ലാം കൊണ്ട് യോജിച്ച ഒരാളാണ്, ആ ആൾ വരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ആ ദുർദമൻ വന്നു ചേർന്നു. ഒരു ദിവസം എതിർച്ചയാ നായാട്ടിന് പോയപ്പോൾ വന്നു ചേർന്നില്ല. പക്ഷേ ഇവളുടെ കൊണ്ട് സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ വലിയ സന്തോഷമായിരുന്നു. അപ്പം എല്ലാ കാര്യസിദ്ധിക്കും ദേവി ഉപാസിച്ചാൽ നല്ലതാണ്. വേണ്ട പോലെ ഉപാസന, വേണ്ട പോലെ ശ്രദ്ധാഭക്തിയോടുകൂടി ആയാൽ കാര്യം സാധിക്കാതെ വരില്ല എന്നുള്ളതിന് ആ ഒരു ഉദാഹരണം കൊണ്ട് അവർ പ്രചരിപ്പിച്ചു. ഇവരൊക്കെ ഈ കാര്യം സാധിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അവരൊക്കെ ഓരോ ആചാര്യന്മാരുടെ മുഖത്തുനിന്ന്, വസിഷ്ഠൻ്റെ മുഖത്തുനിന്ന്, ഗർഗമഹർഷിയുടെ, നാരദ മഹർഷിയുടെ, ഇവരൊക്കെ ആചാര്യന്മാരായിട്ട് സ്വീകരിച്ച് ഇത് മുഴുവൻ ശ്രവിച്ചു എന്നാണ്. പല പ്രാവശ്യം ദേവി ഭാഗവതം അവർ കേൾക്കേണ്ടായി. ദേവീകഥ മാത്രം വർണ്ണിക്കുന്ന പുരാണമാണല്ലോ, അത് കേൾക്കേണ്ടായി. അവർക്കൊക്കെ യോഗ്യന്മാരായിട്ടുള്ള പുത്രന്മാരൊക്കെ ഉണ്ടായി, സുഖമായിട്ട് കഴിഞ്ഞുകൂടി. മാത്രമല്ല ഈ ലോകം വിട്ട് ഇഹലോകം കഴിഞ്ഞ് പരലോകത്ത് ആ ദേവീ ലോകത്ത് എത്തിച്ചേരാനും കൂടി അവർക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ഫലശ്രുതി അതിനൊക്കെ പറയണം. അപ്പം അങ്ങനെയും വിശേഷമായിട്ടുള്ള എന്തുണ്ടെങ്കിലും അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്നും പറഞ്ഞ് ദേവിയെ ഉപാസിച്ചാൽ മതി. ആ മനസ്സിൽ അത്രയും ശ്രദ്ധാഭക്തി ഉണ്ടെങ്കിൽ ആ കാര്യം സാധിക്കാതെ വരില്ല എന്ന് അസംഖ്യം ഉദാഹരണങ്ങൾ പറയും. മാത്രമല്ല എല്ലാ കഥയിലും അത് തന്നെ പറയാനായിട്ട് പോകുന്നു. ഈ ഭാഗവതവും 12 സ്കന്ധങ്ങളും 335 അധ്യായമാണ് വിഷ്ണുഭാഗവതത്തിലെങ്കിൽ ഇതിൽ 318 അധ്യായങ്ങളാണ്. സ്കന്ധമൊക്കെ 12 തന്നെ, 318 അധ്യായം. അപ്പോൾ കുറേ അധ്യായങ്ങൾ കുറേ കഴിയുമ്പോൾ കുറേ ശ്ലോകം കുറവുണ്ടാവില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഓരോ അധ്യായം വളരെ 200 ശ്ലോകമൊക്കെ ഉള്ള അധ്യായമുണ്ട്. വിഷ്ണുഭാഗവതത്തിലെ ഏറ്റവും കൂടിയതൊരു 90, അതിലും കൂടുതൽ ഇല്ല. അതുതന്നെ 1, 2, 3 അധ്യായങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. ഇതിൽ 100-ൽ കൂടിയതും 200-ൽ കൂടിയതൊക്കെ കുറേ അധികം. 18,400 ചില്ലാനും ശ്ലോകമുണ്ട്. 18,485 ശ്ലോകമുണ്ട് ഇതിൽ, 318 അധ്യായങ്ങളിൽ കൂടിയിട്ട്. അത്രയും വലിയ ഒരു മന്ത്രങ്ങൾ, ശ്ലോകം എന്ന് പറയുക മന്ത്രങ്ങൾ തന്നെ, എല്ലാം തന്നെ വേദസാരമായിട്ടുള്ള, വളരെ കുറച്ചും കൂടി ലളിതമാക്കിക്കൊണ്ട്. വേദത്തിന് കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന 3 ഭാഗങ്ങളുണ്ട്. അതിൽ കർമ്മകാന്ഡത്തെ ഉപാസനയെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വർണ്ണിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഭാഗവതം. വിഷ്ണു ഭാഗവതം അതിൽ ജ്ഞാനകാന്ഡത്തിന് പ്രധാനമായിട്ട് വർണ്ണിക്കുന്നത്. മറ്റൊക്കെ ഉണ്ടെങ്കിലും അതിനാണ് പ്രാധാന്യം. അപ്പോൾ കർമ്മകാന്ഡം അതിനോടനുബന്ധിച്ചുള്ളതാണ് ഉപാസനാകാന്ഡവും. അപ്പോൾ കർമ്മകാന്ഡത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, അതിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ ദേവീ ഭാഗവതം വർണ്ണിക്കണം. ഭാഗവതം എന്ന് പറഞ്ഞാൽ അതിന് ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുന്ന ഗ്രന്ഥം എന്നർത്ഥമുണ്ട്, ഭഗവതിയെക്കുറിച്ച് വർണ്ണിക്കുന്ന അർത്ഥമുണ്ട്. രണ്ടിനും ഭാഗവതം എന്ന് പറയാം. ഈ 2 ഭാഗവതമേ ഉള്ളൂ, മൂന്നാമതൊരു ഭാഗവതവും ഇല്ല.
ഭഗവാൻ എന്ന് പറഞ്ഞാലും ഭഗവതി എന്ന് പറഞ്ഞാലും രണ്ടല്ല. തീയെന്ന് പറഞ്ഞാലും ചൂടെന്ന് പറഞ്ഞാലും വേറെയല്ല, ഒന്ന് തന്നെയാണ്. വേർതിട്ട് നിൽക്കില്ല. തീ വേറെ ചൂട് വേറെ, അങ്ങനെയില്ല. അതുപോലെയാണ് ഈ രണ്ട് ഭാഗവതവും. നവരാത്രി കാലം വിശേഷമായിട്ട് അത് ഉപാസിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നു. വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ചുരുക്കത്തിൽ മാത്രം പറയണു എന്ന് മാത്രം. ബാക്കി കാര്യങ്ങളൊക്കെ കാലത്ത് 6:30 സഹസ്രനാമം, ലളിതാ സഹസ്രനാമത്തോടുകൂടി പ്രാർത്ഥനയോടൊക്കെ കൂടി ആരംഭിക്കും. 8:30 വരെ പാരായണം, പ്രഭാഷണങ്ങൾ. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കും. ഒരു 11 മണിയാകുമ്പോൾ ഒരല്പസമയം നിർത്തും, വീണ്ടും ആരംഭിക്കും. 12:45 വരെ പാരായണ പ്രഭാഷണങ്ങൾ. അത് കഴിഞ്ഞ് ആ ദിവസത്തെ പാരായണം നിർത്തും. ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ വല്ലതും തീരായുണ്ടെങ്കിൽ അത് അവസാനത്തെ 7-8 ദിവസങ്ങളിലായിട്ട് വല്ലതും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂർ ചിലപ്പോൾ വായിക്കേണ്ടി വരും. അതും വിസ്തരിച്ച് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടെങ്കിലും തീരില്ല. നമ്മളതിനൊക്കെ ചുരുക്കി പറഞ്ഞാലാണ് നല്ലതെന്നാണ്. എന്ത് കാര്യവും ചുരുക്കി പറഞ്ഞാലാണ് നമുക്ക് ഓർമ്മ വെക്കുക. അധികം പറഞ്ഞാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അതാണ് വാഗ്മിത്വം എന്ന് പറഞ്ഞാൽ. വേണ്ട പോലെ മാത്രം പറയാം. കുറേ അധികം പറയാതല്ല വാഗ്മിത്വം, വേണ്ട പോലെ പറയൽ. അങ്ങനെയുള്ള ചുരുക്കത്തിൽ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ തങ്ങി നിൽക്കാൻ പാകത്തിനുള്ള രീതിയിൽ അതിനെ നമ്മൾ വർണ്ണിക്കും. ആ രീതിയിലാവും എല്ലാ ഭാഗവും. കൃഷ്ണാവതാരമൊക്കെ ഇതിലുണ്ട്. 2-ാം ദിവസം ഒരു 11 മണിയാകുമ്പോഴേക്കും കൃഷ്ണാവതാരമൊക്കെ വന്നു ചേരും. അതും ദേവിയുടെ പ്രഭാവം കൊണ്ടാണെന്ന് കാണിച്ചു തരാനാണ്, ദേവിയുടെ സങ്കല്പം കൊണ്ടാണ്. അങ്ങനെയുള്ള അവതാരങ്ങളും എല്ലാം അത്ഭുതമായിട്ടുള്ള ചരിത്രങ്ങളും എല്ലാം ഇതിലുണ്ട്. ചില ഭാഗങ്ങളൊക്കെ വേദത്തിൻ്റെ സാരമല്ല, വേദമന്ത്രങ്ങൾ തന്നെ ഇതിൽ കാണാം, ശ്ലോകരൂപത്തിൽ കൊടുത്തിരിക്കുന്നു. അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല, വേറൊന്നും ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് അങ്ങനെ കൊടുത്തിരിക്കുക. അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ദേവീ ഭാഗവത്തിലുള്ളത്. വിശേഷമായ ആദ്യം നമ്മൾ അനുസ്മരിച്ചല്ലോ 2 ഉത്സവങ്ങൾ. അപ്പോൾ കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇതിൽ പങ്കെടുക്കുക. നവരാത്രി ശിവരാത്രി മാത്രമാണല്ലോ, എല്ലാവരും ഒരേ സമയത്ത്. ശ്രീകൃഷ്ണ ജയന്തി പോലും മാറ്റം വരും. ഉത്തരേന്ത്യയിലൊക്കെ ഒരു സന്ദർഭത്തിൽ, ഇവിടെ വേറെ സന്ദർഭത്തിലൊക്കെ അപൂർവമായിട്ട് അങ്ങനെ വരും. അഷ്ടമിക്ക് പ്രാധാന്യം കൊടുക്കൽ, രോഹിണി, ഇത് രണ്ടും കൂടിച്ചേർന്നതിനൊക്കെ വന്നുകൊണ്ട്. അപ്പോൾ തിഥി നോക്കുന്ന ആൾക്ക് ഒരു സമയത്താവും. അതുപോലെ തന്നെ നക്ഷത്രം കൂടി ചേരാൻ നോക്കുമ്പോൾ വേറെ സ്വന്തം. എന്നാൽ ശിവരാത്രിക്കോ നവരാത്രിക്കോ അങ്ങനെയില്ല. 4 നവരാത്രികളുണ്ടെന്ന. അതിൽ ഈ നവരാത്രിയാണ്. മറ്റൊക്കെ പ്രാദേശികമാണ്, ഓരോ നാട്ടിൽ ആഘോഷിക്കുന്ന നവരാത്രികളാണ്. ഈ ശരത്കാല നവരാത്രി, കന്നിമാസത്തിൽ വരുന്ന ഈ നവരാത്രി എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്രയും ആളുകൾ വേണ്ട പോലെയൊന്നും ധർമ്മം അനുഷ്ഠിക്കണില്ലെങ്കിലും, അതാ ദിവസമൊന്നും ചെയ്യണില്ലെങ്കിലും, ഈ വല്ലപ്പോഴും ഒരിക്കുകയാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചുള്ള പ്രാർത്ഥന കാരണമാണ് എല്ലാവർക്കും വലിയ വിഷമമൊന്നും കൂടാതെ ജീവിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നുവോ അത്രയും നമുക്കെല്ലാ മംഗളങ്ങളും വന്നു ചേരും. ഓരോ ദിവസം ഓരോ സങ്കല്പത്തിലാണ് ഇവിടെ പാരായണം നടക്കുക, പൂജ നടക്കുക, ദേവിയുടെ സാന്നിധ്യം സങ്കല്പിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം ഓരോ രീതിയിൽ ഭക്തന്മാർക്കൊക്കെ അതിനു വേണ്ടി പങ്കെടുക്കാം. ഏതേത് രൂപത്തിലാണ് ഏതേത് ദിവസം ഇവിടെ പാരായണം എന്നൊക്കെ അതിൻ്റെ ആ പ്രോഗ്രാമിലെല്ലാം ഭക്തന്മാർക്കത് കാണാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്യൈ സമർപ്പയേഹം ജഗദംബികായൈ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ജഗദംബികായൈ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. കാലത്ത് 6:30 സഹസ്രനാമത്തോടുകൂടി ആരംഭിക്കാം.